Good morning, children. Now we are studying our 6th chapter, that is metric measures. Metric measures എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്റ്റൻസ്, അതായത് എന്തെങ്കിലും വസ്തുവിൻ്റെ ലെന്ത്, ദൂരം അളക്കുക. അതുപോലെ വെയ്റ്റ് അല്ലെങ്കിൽ മാസ്, ഒരു വസ്തുവിൻ്റെ ഭാരം, അത് അല്ലെങ്കിൽ കപ്പാസിറ്റി, അതിൻ്റെ എത്ര അളവ്, അതൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ്, ഇതൊക്കെയാണ് മെട്രിക് മെഷേഴ്സ്. ഫസ്റ്റ് ഇവിടെ റിഫ്രഷ് ആൻഡ് റീകോൾ സെക്ഷൻ. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്ന കാര്യത്തിൻ്റെ അതാണ് റിഫ്രഷ് ആൻഡ് റീകോൾ സെക്ഷൻ. ഇവിടെ അത് റിഫ്രഷ് ആൻഡ് റീകോൾ സെക്ഷൻ ടീച്ചർ അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ടീച്ചർ ഇത് ചെയ്തിട്ടുണ്ട്, ഇത് കാണിക്കാം. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ അത് എഴുതിയെടുക്കണം. Fill in the blanks using the units given in the box below. റൈസ്, നമ്മൾ അരി സാധാരണ ഏത് അളവിലാണ് പറയുന്നത്? കിലോഗ്രാം. 2 കിലോ അരി, 10 കിലോ അരി അല്ലേ, കിലോഗ്രാം. മിൽക്ക് ഈസ് മെഷേർഡ് ഇൻ ലിറ്റേഴ്സ്. 1 ലിറ്റർ മിൽക്ക് അല്ലേ, 2 ലിറ്റർ മിൽക്ക് അല്ല, അങ്ങനെയൊക്കെ പറയുന്നത്. ഇതിന് ക്ലോത്ത് ഈസ് മെഷേർഡ് ഇൻ മീറ്റർ. അങ്ങനെ യൂണിഫോം ഒക്കെ അളക്കുമ്പോൾ 2 മീറ്റർ, 1 മീറ്റർ അങ്ങനെയൊക്കെ പറയണം. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മുംബൈ ആൻഡ് പൂനെ, 2 സ്ഥലങ്ങൾ തമ്മിൽ ദൂരം കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളത് കിലോമീറ്റർ, അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ മെഷേഴ്സ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിക്ക് ദ വൺ വിത്ത് വുഡ് റിക്വയർ എ ലാർജർ കണ്ടെയ്നർ. അതായത് ഏതിനാണ് വലിയ പാത്രം ആവശ്യമുള്ളത്? 100 ഗ്രാം ഓഫ് പൊട്ടാറ്റോ ചിപ്സിനാണോ 100 ഗ്രാം ഓഫ് ഷുഗർ? ഷുഗർ എന്ന് പറഞ്ഞാൽ 100 ഗ്രാം എടുത്ത് കഴിയുമ്പോൾ വളരെ കുറച്ചേ കാണുകയുള്ളൂ. അസമയം പൊട്ടാറ്റോ ചിപ്സിന് വെയിറ്റ് കുറവുള്ള സാധനം, അപ്പോൾ 100 ഗ്രാം എടുത്ത് കഴിയുമ്പോൾ വലുത് വേണം, വലിയ ബാഗ് വേണം. ദെൻ അപ്പോൾ ആൻസർ എത്രയാണ്? 100 ഗ്രാം ഓഫ് പൊട്ടാറ്റോ ചിപ്സ്. ദെൻ 1 കിലോഗ്രാം റെഡ് ചില്ലി ഓർ 1 കിലോഗ്രാം ഷെൽഡ് പീസ്. പയറിനാണോ അതോ ഉണക്കമുളക് അതിനാണോ? അതോ ഉണക്കമുളക് ഒത്തിരി വേണം അല്ലേ, 1 കിലോഗ്രാം വേണമെന്ന് പറയുമ്പോൾ കുറച്ച് വലിയ അളവ് തോന്നും. അപ്പോൾ അതിന് കൂടുതൽ സ്ഥലം എന്തിനാണ് ആവശ്യമുള്ളത്? 1 കിലോഗ്രാം റെഡ് ചില്ലി. ദെൻ 1 ഗ്രാം ബ്ലാക്ക് പെപ്പർ, നല്ല ഉണങ്ങിയ കുരുമുളക് 100 ഗ്രാമിനാണോ അതോ 100 ഗ്രാം പോപ്കോൺ ആണോ? പോപ്കോണിന് തീരെ വെയിറ്റ് ഇല്ല അല്ലേ, അപ്പോൾ 100 ഗ്രാം എടുക്കുമ്പോൾ ഒത്തിരി വലിയ പാത്രം വേണം അതിന്, അപ്പോൾ 100 ഗ്രാം പോപ്കോൺ. ദെൻ റൈറ്റ് ദ യൂണിറ്റ്സ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ മെഷറിങ്. അപ്പോൾ ഓരോന്നിനും നമ്മൾ ഏത് യൂണിറ്റാണ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ്. ലെങ്ത് ഓഫ് എ പെൻസിൽ ബോക്സ്, നിങ്ങളുടെ ബോക്സിൻ്റെ നീളം, നമ്മൾ മീറ്ററിലൊന്നും പറയുകയല്ല അല്ലേ, സെൻറ്റിമീറ്റർ. കുറച്ച് ഒന്ന് ദൂരമുള്ള ചെറിയ ലെന്തിനൊക്കെ നമ്മൾ മീറ്റർ, സെൻറ്റിമീറ്റർ, അതിൽ കുറച്ചും കൂടെ വലുതിന് മീറ്റർ, കൂടുതൽ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള 2 പ്ലേസസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് കിലോമീറ്റർ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പെൻസിൽ ബോക്സിൻ്റെ നീളം സെൻറ്റിമീറ്റർ. ലെങ്ത് ഓഫ് എ സാരി, നിങ്ങളുടെ അമ്മയുടെ സാരി എന്താണ്? മീറ്ററിലാണ് പറയുന്നത്. ദെൻ എമൗണ്ട് ഓഫ് ഓയിൽ യൂസ്ഡ് അറ്റ് ഹോം പെർ ഡേ, മില്ലി ലിറ്ററിലൊക്കെ പറയാം അല്ലേ. ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മില്ലി ലിറ്റർ, കുറച്ച് എണ്ണയെ ഉപയോഗിക്കത്തുള്ളൂ. കൂടുതൽ വലിയ ആൾക്കാരും കൂടുതൽ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലിറ്ററിൽ എണ്ണ ഉപയോഗിക്കും. ദെൻ വെയ്റ്റ് ഓഫ് എ ടോയ് കാർ, ഗ്രാംസ്. നിങ്ങളുടെ ടോയ് കാറിന് വളരെ വെയിറ്റ് കുറവാണ്, അത് ഗ്രാം. ദെൻ യുവർ വെയ്റ്റ്, നിങ്ങൾക്ക് കുറച്ച് ഒരു 20 കിലോ 25 കിലോ അങ്ങനെയൊക്കെ പറയും അല്ലേ, അപ്പോൾ കിലോഗ്രാമിൽ. ദെൻ ലെങ്ത് ഓഫ് യുവർ ക്ലാസ് റൂം, നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ ലെന്ത്, നീളം എത്രയാണ്? മീറ്ററിൽ. ദെൻ നെക്സ്റ്റ് ലെന്തിനെക്കുറിച്ച് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ലെന്തിൽ പ്രധാനമായിട്ടും ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക, എഴുതി കാണാതെ പഠിക്കുക. 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ. 10 മില്ലിമീറ്റർ ഇസിക്കൽ ടു 1 സെൻറ്റിമീറ്റർ. നിങ്ങളുടെ സ്കെയിലിൽ ചെറിയ ചെറിയ കുഞ്ഞു വരകളുണ്ട്, അത് ഓരോ ചെറിയ വര മില്ലിമീറ്ററാണ്. അപ്പോൾ 10 മില്ലിമീറ്റർ ചേരുമ്പോഴാണ് 1 സെൻറ്റിമീറ്റർ ആകുന്നത്. അങ്ങനെ നിങ്ങളുടെ സ്കെയിലിൽ 15 സെൻറ്റിമീറ്ററൊക്കെയാണ് ഉള്ളത്. അങ്ങനെ 100 സെൻറ്റിമീറ്റർ കൂടുമ്പോഴാണ് 1 മീറ്റർ. ദെൻ 1000 മീറ്റർ 1 കിലോമീറ്റർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലെന്തിനെക്കുറിച്ച് കാണാതെ പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത്ര അറിയാമെങ്കിൽ നമുക്ക് ബാക്കി കണക്കുകൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും എഴുതിയെടുത്ത് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് എക്സർസൈസ് 6A കൺവേർട്ട് ഇൻറ്റു സെൻറ്റിമീറ്റേഴ്സ്. അത് നമുക്കിവിടെ മീറ്റർ തന്നിരിക്കുന്നതിന് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ എന്താണ്? ടു കൺവേർട്ട് മീറ്റേഴ്സ് ഇൻറ്റു സെൻറ്റിമീറ്റേഴ്സ് മൾട്ടിപ്ലൈ ബൈ 100. അതെല്ലാവരും ഓർക്കണം. മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാനായിട്ട്
100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 7 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 7 മീറ്റർ ഈക്വൽസ് 7 × 100 സെൻറ്റിമീറ്റർ. അതായത് ഒരു മീറ്റർ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 7 മീറ്റർ 7 × 100 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 700 സെൻറ്റിമീറ്റർ. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട എന്താണ് എളുപ്പ വഴി? തന്നിരിക്കുന്ന നമ്പറിൻ്റെ കൂടെ റൈറ്റ് സൈഡിൽ 2 0 ചേർത്താൽ മതി. 100ന് 2 0 ആയി കാരണം ഈ 7ൻ്റെ കൂടെ നമ്മൾ 2 0 ചേർത്തു. ഇത് എക്സർസൈസ് 6A ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 90 മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ. 90 മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? 9 × 100 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 9ഉം 100ൻ്റെ 2 0യും 900 സെൻറ്റിമീറ്റർ. ഇവിടെ മീറ്റർ ആണ്, അതിന് സെൻറ്റിമീറ്റർ. മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാനായിട്ട് 90 മീറ്റർ ആണ് അല്ലേ? ഓക്കെ, സോറി, 90 × 100 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ 90 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഈ 90 എഴുതി, അതിൻ്റെ കൂടെ 2 0യും കൂടെ എഴുതി. ഓക്കെ, 90 മീറ്റർ ഈസ് ഈക്വൽ ടു 9000 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് എക്സർസൈസ് 6Aയിലെ സെക്കൻഡ് സെക്ഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കേ. 2 മീറ്റർ 32 സെൻറ്റിമീറ്റർ. ഇതിനെ നമുക്ക് എന്താക്കി മാറ്റണം? സെൻറ്റിമീറ്റർ ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ മീറ്റർ മാത്രമുള്ളതിനെ സെൻറ്റിമീറ്റർ ആക്കാൻ പഠിച്ചത്. ഇവിടെ എന്താണ്? 2 മീറ്ററും ഉണ്ട് 32 സെൻറ്റിമീറ്ററും ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 2 മീറ്ററിനെ ആദ്യം നമുക്ക് സെൻറ്റിമീറ്റർ ആക്കണം. അപ്പോൾ എന്താ ചെയ്യുക? 2 മീറ്റർ ഈസ് ഈക്വൽ ടു 2 × 100 സെൻറ്റിമീറ്റർ ഈക്വൽസ് 200 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി എന്താണ്? ഇവിടെ 32 സെൻറ്റിമീറ്ററൂടെ കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ 2 മീറ്റർ 32 സെൻറ്റിമീറ്റർ ഈക്വൽസ് ഈ 2 മീറ്ററിന് നമ്മൾ സെൻറ്റിമീറ്റർ ആക്കി. ഇത് ഓൾറെഡി സെൻറ്റിമീറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 200 സെൻറ്റിമീറ്റർ പ്ലസ് 32 സെൻറ്റിമീറ്റർ. അപ്പോൾ എത്ര വരും? 200ഉം 32ഉം കൂടെ ആഡ് ചെയ്താൽ 232 സെൻറ്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ബി 10 മീറ്റർ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 10 മീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്റർ ആക്കണം. 10 മീറ്റർ ഇസ് ഈക്വൽ ടു 10 × 100 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താണ് ആൻസർ? 10 എഴുതി, അതിൻ്റെ കൂടെ 100ൻ്റെ 2 0യും കൂടെ ചേർത്തു. 1000 സെൻറ്റിമീറ്റർ. 10 മീറ്റർ 5 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു എന്താണ്? 10,000 സെൻറ്റിമീറ്റർ പ്ലസ് 5 സെൻറ്റിമീറ്റർ. 1000ഉം 5ഉം കൂടെ ആഡ് ചെയ്ത് എത്ര വരും? 1005. അതായത് ഇവിടെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നത് എഴുതി ആഡ് ചെയ്യാം കേട്ടോ. 5001 അല്ലേ? അപ്പോൾ എത്ര വരും? 1005 സെൻറ്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 6B. ഇപ്പം എക്സർസൈസ് 6Aയിൽ ടീച്ചർ ചെയ്ത് തന്ന ഈ 4 കണക്കുകൾ മാത്രം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ടെക്സ്റ്റിൽ തന്നെ എഴുതി പഠിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ നമുക്ക് എക്സാമിന് ടീച്ചർ ചോദിക്കില്ല. ഈ പറയുന്ന ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക. അത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ദെൻ എക്സർസൈസ് 6B കൺവേർട്ട് ഇൻറ്റു മീറ്റേഴ്സ്. നമ്മൾ മുൻപ് പറഞ്ഞത് എന്താണ്? കൺവേർട്ട് ഇൻറ്റു സെൻറ്റിമീറ്റേഴ്സ്. ഇനി ഇവിടെ നമുക്ക് കിലോമീറ്ററിനെ മീറ്റർ ആക്കാനാണ്. അപ്പോൾ ആദ്യം പറഞ്ഞായിരുന്നു 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. 1000 മീറ്റർ ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ. അപ്പോൾ കിലോമീറ്ററിനെ മീറ്റർ ആക്കാനായിട്ട് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അത് ഓർത്തോണം. ടു കൺവേർട്ട് കിലോമീറ്റേഴ്സ് ഇൻറ്റു മീറ്റേഴ്സ് മൾട്ടിപ്ലൈ ബൈ 100. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 8 കിലോമീറ്റർ.
8 കിലോമീറ്ററിനെ നമുക്ക് മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 8 × 1000 മീറ്റർ. 1000 കൊണ്ട് വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്. അപ്പോൾ എത്ര വരും? 8000. 8 കഴിഞ്ഞ് 1 2 3 3 0 ഇട്ട് കൊടുത്തു. 8000 മീറ്റർ. നെക്സ്റ്റ് ബി. ഇവിടെ കിലോമീറ്റർ സെൻറ്റിമീറ്ററും പഠിച്ചപ്പോൾ തന്നെ നമുക്കറിയാം. അതേപോലെ തന്നെ ഇവിടെ ഇപ്പം മുൻപ് 100 ആയിരുന്നു, ഇവിടെ 1000 ആയി എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. 4 കിലോമീറ്റർ 720 മീറ്റർ. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? മീറ്റർ ആക്കണം. അപ്പോൾ ആദ്യം 4 കിലോമീറ്ററിനെ നമുക്ക് മീറ്റർ ആക്കാം. 4 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 4 × 1000 മീറ്റർ ഈക്വൽസ് 4000 മീറ്റർ. ഇനി 4 കിലോമീറ്റർ 720 മീറ്റർ ഈക്വൽ ടു എന്ത് വേണം? ഈ 4000 മീറ്റർ പ്ലസ് ഇവിടെ 720 മീറ്റർ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. 720 മീറ്റർ ഈക്വൽ എത്ര വരും? ഈ 4000ഉം 720ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എത്ര വരും? കണ്ടോ, 4000 പ്ലസ് 720 274 ഉണ്ടോ? 4720 മീറ്റർ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് എക്സർസൈസ് 6 ബിയിൽ എയും ബിയും നിങ്ങൾ പഠിക്കുക. ഇനി എക്സർസൈസ് 6 സി. എക്സർസൈസ് 6 സിക്കകത്ത് അഡീഷനും സബ്ട്രാക്ഷനുമാണ്. അഡീഷൻ അത് മീറ്ററിനെയും സെൻറ്റിമീറ്ററിനെയും അതിനെ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത്, വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ മേളിൽ മീറ്ററും സെൻറ്റിമീറ്ററും എന്ന് എഴുതുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മീറ്ററിൻ്റെ താഴെ മീറ്റർ എഴുതുക, സെൻറ്റിമീറ്ററിൻ്റെ താഴെ സെൻറ്റിമീറ്റർ എഴുതുക, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ 6 സിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 23 മീറ്റർ 25 സെൻറ്റിമീറ്റർ പ്ലസ് 12 മീറ്റർ 20 സെൻറ്റിമീറ്റർ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്? ആദ്യം സെൻറ്റിമീറ്റർ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വേണം ആഡ് ചെയ്ത് പോകാൻ. 5 + 0 5, 2 + 2 4, 3 + 2 5, 2 + 1 3. അപ്പോൾ എത്ര കിട്ടി? 35 മീറ്റർ 45 സെൻറ്റിമീറ്റർ. ഇവിടെ ഇങ്ങനെ നമുക്കിവിടെ ഒരു ശകലം ആ സ്ഥലം എല്ലാം കൂടെ ചേർന്ന് പോകരുത് കേട്ടോ, ഇങ്ങനെ വേണം. ഇനി ബി മീറ്റർ സെൻറ്റിമീറ്റർ 120 മീറ്റർ 37 സെൻറ്റിമീറ്റർ 155 മീറ്റർ 30 സെൻറ്റിമീറ്റർ ആഡ് ചെയ്യാം. 7 + 0 7, 3 + 3 6, 0 + 5 5, 2 + 5 7, 1 + 1 2. ഓക്കെ, 275 മീറ്റർ 67 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് കിലോമീറ്ററും മീറ്ററുമാണ്.